രാജ്യസഭാ സീറ്റിനായി UDF-ൽ വടംവലി ആരംഭിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലാണ് UDF-ൽ ഘടകകക്ഷികളെ സീറ്റ് പിടിവലിക്ക് പ്രേരിപ്പിക്കുന്നത്. BJP-യുടെ പടയോട്ടത്തിന് തടയിട്ടുവെന്ന തോന്നൽ മുന്നണിയിലെ ഘടകകക്ഷികളെ കൂട്ടത്തോടെ ഇളക്കിവിട്ടിരിക്കുകയാണ്. സീറ്റിന് ആദ്യമായി അവകാശവാദം ഉന്നയിച്ചത് ലീഗ് തന്നെയാണ്. മൂന്നാം സീറ്റിന് പകരം രാജ്യസഭ നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ലീഗ്. BJP-യുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കെജ്രിവാളിന്റെ അറസ്റ്റ് തിരിഞ്ഞു കുത്തിയതോടെ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിച്ചുവെന്നാണ് പുതിയതായി ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം വെളിപ്പെടുത്തുന്നത്. അതിനിടയിലും 400 സീറ്റ് വേണമെന്ന് BJP ആവശ്യപ്പെടുന്നത് ഭരണഘടനയിലെ ചില പ്രധാന പൊളിച്ചെഴുത്തലിന് വേണ്ടിയാണെന്നും അതിൽ പ്രധാനം സംവരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണെന്നുമുള്ള കെജ്രിവാളിന്റെ പ്രസ്താവന UP-യിലെയും ഹരിയാനയിലെയും അടക്കം വടക്കൻ മേഖലയിലെ പിന്നോക്കക്കാരെ കണക്കാക്കി തന്നെയാണ്. UP-യിൽ BJP തുടരുന്ന അപ്രമാദിത്വം പൊളിച്ചെഴുതപ്പെട്ടാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ഓടിയെത്തുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ ലീഗിന്റെ ക്വാട്ടയിൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം കൈക്കലാക്കാനാണ് കുഞ്ഞാലിക്കുട്ടി പദ്ധതിയിടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ UDF-നെ നയിക്കാൻ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇല്ലാത്തതിനാൽ സമീപ ഭാവിയിലൊന്നും കേരള ഭരണം കയ്യിൽ ഒതുക്കാമെന്ന പ്രതീക്ഷ ലീഗിനില്ല. കത്തുന്ന പുരയിൽ നിന്നും ഊരുന്ന കഴുക്കോൽ ലാഭം എന്ന നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഒഴിവ് വരുന്ന രാജ്യസഭയിൽ അവകാശവാദം പറഞ്ഞ് ജോസഫ് ഗ്രൂപ്പിന്റെ രംഗപ്രവേശം. UDF-ൽ കേരള കോൺഗ്രസിന്റെ സീറ്റാണ് ഒഴിവ് വരുന്നതെന്ന അവകാശവാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. UDF-ന്റെ ഭാഗമായിരുന്ന മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയത് കോൺഗ്രസ് ആണ്. എന്നിട്ട് ആ പേരും പറഞ്ഞ് സീറ്റ് റാഞ്ചാൻ പഴയതുപോലെ അനുവദിക്കില്ലെന്നാണ് PJ ജോസഫിന്റെ വാദം. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ തന്റെ ചിരകാല അഭിലാഷം സാധ്യമാകണമെന്നാണ് ജോസഫിന്റെ മനസ്സിലിരിപ്പ്. രാജ്യസഭാംഗമായി എത്തിയാൽ മുന്നണിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയാവുകയും മകനെ തൊടുപുഴയിൽ നിന്ന് ഒഴിവ് വരുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുകയും ചെയ്യാം. എന്നാൽ ജോസഫ് ഗ്രൂപ്പ് എന്ന കേരള കോൺഗ്രസിന്റെ രജിസ്ട്രേഡ് ഓണർ താനാണെന്നും പാർട്ടി കച്ചവടമാക്കുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഇടപാടിന്റെ ഭാഗമായി തനിക്ക് പറഞ്ഞിരുന്നതാണെന്നും PC തോമസ് വാദിക്കുന്നു. എന്നാൽ കോട്ടയത്ത് തോറ്റാൽ സീറ്റ് തനിക്ക് നൽകണമെന്ന നിലപാടിൽ ഫ്രാൻസിസ് ജോർജും ഉറച്ചു നിൽക്കുന്നു. പാർട്ടിയുടെ നിർണായക ഘട്ടങ്ങളിൽ ചാവേറായി തോൽക്കുന്ന മണ്ഡലങ്ങളിൽ ധൈര്യപൂർവ്വം മത്സരിക്കാൻ താനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും ജോർജ് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ലോക പരിചയമുള്ള MP ജോസഫിനെ പോലെയുള്ളവരെ രാജ്യസഭയിൽ എത്തിക്കണമെന്നാണ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നത്. ഭരണപരിചയം KM മാണിയുടെ മരുമകൻ എന്നതും MP ജോസഫിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. KM മാണിയുടെ മകൻ ഒഴിവാകുന്ന സീറ്റ് മാണിയുടെ മരുമകന് നൽകിയാൽ അതുവഴി മാണി ഗ്രൂപ്പിലുള്ള അതൃപ്തരെ ആകർഷിക്കാൻ സാധിക്കുമെന്നുമാണ് MP ജോസഫിനെ അനുകൂലിക്കുന്നവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിലെ ഭൈമി കാമുകന്മാരെല്ലാം അരയും തലയും മുറുക്കി കളത്തിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന മുഴുവൻ പേരും രാജ്യസഭയിൽ കണ്ണും നട്ടാണിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി വിജയത്തിന് ഏറെ അകലെയായിരുന്നു. എന്നാൽ കെജ്രിവാളിന്റെ അപ്രതീക്ഷിതമായ നീക്കം BJP-യെ സമ്മർദ്ദത്തിലാക്കുകയും ഇന്ത്യ മുന്നണിക്ക് സാധ്യതകൾ ഇരട്ടിയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതീക്ഷ അറ്റുനിന്ന കോൺഗ്രസുകാർ എല്ലാവരും രാജ്യസഭയിലെത്തി കേന്ദ്രമന്ത്രിയാകാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് 2026-ലും യാതൊരുവിധ ഭരണപ്രതീക്ഷയും ഇല്ലാത്തത് എല്ലാവരെയും രാജ്യസഭയിലേക്ക് നോട്ടമിടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആദ്യ അവസരം KPCC പ്രസിഡന്റ് K സുധാകരന് തന്നെയാണ്. സുധാകരനെ ഇവിടെ നിന്ന് ഓടിക്കാൻ സുധാകരൻ തന്നെ തുറന്നു കൊടുക്കുന്ന വഴി കോൺഗ്രസിന് ഗുണമോ ദോഷമോ? ചെറിയാൻ ഫിലിപ്പ്, മുല്ലപ്പള്ളി, MM ഹസൻ എന്നിവർ വേറെ നിൽക്കുന്നു. അടൂർ പ്രകാശ് മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ ക്യൂവിൽ ഇടം തേടി നിൽക്കുന്നു. K മുരളീധരനും വനിതാ ഹരിജൻ പരിഗണനയിൽ രമ്യ ഹരിദാസും ഇടിച്ചിടിച്ച് മുൻപിൽ തന്നെയുണ്ട്. ആകെ KC വേണുഗോപാലിന് മാത്രം രാജ്യസഭ വേണ്ട. രാജസ്ഥാൻ അക്കൗണ്ടിൽ കിട്ടിയത് കയ്യിലുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഇതുപോലെ കഴിവുകെട്ട ഒരു നേതൃത്വം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. എല്ലാവരും മോഹം വെടിഞ്ഞ് മോഹഭംഗത്തിലാണ്. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നു UDF-ന്റെയും കോൺഗ്രസിന്റെയും തുറുപ്പുചീട്ട്. പക്ഷേ പ്രചാരത്തിൽ മുന്നിൽ പോയ LDF അതിനെ മറികടന്നുവെന്നാണ് KPCC-യുടെ കണക്കുകൂട്ടൽ. സൃഷ്ടിക്കപ്പെട്ട വിവാദങ്ങളൊന്നും വേണ്ടവിധം ഏശിയില്ല. മാസപ്പടി ഇറക്കിവിട്ട കോലാഹലം തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ചില പ്രതീക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും കോടതി വിധിയോടെ അത് മൂക്കുകുത്തി വീടും. മാസപ്പടിയിൽ വിവേചനം കാണിച്ച കുഴൽനാടനെ കൂമ്പിനിടിക്കുകയായിരുന്നു കോടതി. മാത്രമല്ല, കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം ബൂമറാങ്ങായി കോൺഗ്രസിന് നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. രാജ്യസഭയെ ചൊല്ലിയുള്ള കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുമ്പോൾ UDF-ന്റെ പോർക്കളത്തിൽ ആരൊക്കെ ശേഷിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.